നമുക്ക് ഇപ്പം കീം എക്സാം എഴുതി എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കൃത്യമായിട്ട് നമ്മൾ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമുക്കറിയാം ഇവിടെ കേരളത്തിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ KTയുടെ അണ്ടറിൽ ആണ് കോഴ്സസ് വരുന്നത്. ഗവൺമെന്റ് കോളേജിലും കോസ്റ്റ് ഷെയറിംഗ് കോളേജിലും ഒക്കെ KTയുടെ അണ്ടറിൽ വരുന്ന കോളേജസിൽ എങ്ങനെയാണ് ഈ കോഴ്സുകൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഇപ്പം ഓട്ടോണോമസ് കോളേജസിന്റെ കേസസ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് KTയുടെ അണ്ടറിൽ വരുന്ന കോളേജ് കോഴ്സസിനെ കുറിച്ചും അത് ഏതൊക്കെ ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 4 ഗ്രൂപ്പുകളാണ് ഇപ്പോഴത്തെ പുതിയ സ്കീമിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് 2024 സ്കീമിലാണ് ഇപ്പൊ കറന്റ്ലി നമുക്ക് കോഴ്സുകൾ വരുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് 2024 സ്കീമിലാണ്. അപ്പൊ ഇതിൽ നമുക്ക് 4 ഗ്രൂപ്പുകളായിട്ടാണ് മെയിൻ ആയിട്ട് ഈ എഞ്ചിനീയറിംഗ് കോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് എ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, ദെൻ ഗ്രൂപ്പ് ബി ഇലക്ട്രിക്കൽ സയൻസ്, ഗ്രൂപ്പ് സി ഫിസിക്കൽ സയൻസ് ആൻഡ് ഗ്രൂപ്പ് ഡി ലൈഫ് സയൻസ്. അപ്പോൾ ഇതില് കുറച്ചു പേർക്കെങ്കിലും ഓൾറെഡി ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന് ഐഡിയ ഉള്ളവരുണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെ കൃത്യമായിട്ട് ബ്രാഞ്ചുകളെ പറ്റിയും കോഴ്സുകളെ പറ്റിയും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ കുറിച്ച് കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും IT എന്ന് പറഞ്ഞ 2 ബ്രാഞ്ച് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഓരോരോ സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷെ ഇത് എല്ലാ കോളേജസിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് ആയിരിക്കും കൂടുതൽ കോളേജസിലും ഉണ്ടാവുക. ബാക്കി സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് നമ്മൾ ഏത് കോളേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണം ചേരാനായിട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ട്, ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, artificial intelligence and data science, computer science and business system, computer science and design, cyber security, information technology, computer science and engineering and business system, then CSE data science. ഇതൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ തന്നെ. AI and data science, internet of things, IoT എന്ന് പറഞ്ഞാൽ internet of things, blockchain, cyber security, IoT and CSE including blockchain technology, ഇങ്ങനെയൊക്കെ ബ്രാഞ്ചുകൾ അവൈലബിൾ ആണ്. അപ്പോ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ കോളേജസിലും ഈ എല്ലാ ബ്രാഞ്ചുകളും ഉണ്ടാവില്ല. ഓരോ കോളേജസും നോക്കി അവിടെ ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് കോളേജസും അതുപോലെ തന്നെ കോസ്റ്റ് ഷെയറിംഗ് കോളേജസും സെൽഫ് ഫൈനാൻസിങ് കോളേജസിലും മിക്കവാറും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് എല്ലാവിടെയും ഉണ്ടായിരിക്കും. ഓക്കെ, മിക്കവാറും എല്ലാ കോളേജസിലും ഉള്ള ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഈ സ്പെഷ്യലൈസേഷൻസ് വരുന്നത് എല്ലാ കോളേജിലും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് ഇപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജിയിലാണ് നമുക്കിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതേപോലെ തന്നെ മെഷീൻ ലേണിംഗും ഡാറ്റാ സയൻസും ഒക്കെ വരുന്നത്. അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പോലെ തന്നെ സാധ്യതകൾ ഉള്ളത് തന്നെയാണ് ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസും. പിന്നെ ഇതിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ജോബിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി കുറെ കൂടെ ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം പ്രോഗ്രാമിംഗ് മാത്രമാണോ മെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് മാത്രമല്ല. ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പ്രോഗ്രാമിംഗ് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന് മാത്രമായിട്ടല്ല ഇപ്പൊ പ്രോഗ്രാമിംഗ് വരുന്നത്. ഇപ്പൊ പുതിയ സ്കീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രിക്കൽ സയൻസ് പഠിക്കുന്നവർക്കും പ്രോഗ്രാമിംഗ് ടോപ്പിക്സ് പഠിക്കാനുണ്ട്, ഫിസിക്കൽ സയൻസുകാർക്കും പ്രോഗ്രാമിംഗ് ടോപ്പിക് പഠിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ AI ഒരു ഇൻഫ്ലുവൻസ് നമ്മളെ എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും വന്നതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് എടുത്താലും പഠിക്കണം എന്നുള്ള ലെവലിലാണ് ഇപ്പോഴത്തെ പുതിയ ഒരു സ്കീം അല്ലെങ്കിൽ ഒരു നമുക്ക് കരിക്കുലം വന്നിട്ടുള്ളത്. അപ്പോ ഇതില് കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പ്രോഗ്രാമിംഗ് നമ്മൾ കുറച്ചുകൂടെ
പ്രോഗ്രാമിംഗിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് ഗ്രൂപ്പ് വരുന്നത് ഇലക്ട്രിക്കൽ സയൻസ് ആണ്. ഇലക്ട്രിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ആണ് പണ്ട് തൊട്ടേ ഉള്ള ബ്രാഞ്ചസ്. അതിൽ തന്നെ പിന്നെ പലതരം കോമ്പിനേഷൻസിൽ നമുക്ക് ഒരുപാട് കോഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ +2 നമ്മൾ ബേസിക് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സും അതേപോലെ തന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ, ഒപ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നില്ലേ, അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഇലക്ട്രിക്കൽ സയൻസ് വരുന്ന കോഴ്സുകളിൽ, ബ്രാഞ്ചുകളിൽ വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ EC എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, EEE എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സൈബർ ഫിസിക്കൽ സിസ്റ്റം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, അതായത് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറും കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക്സ് ഉണ്ട്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇതൊക്കെ ഇലക്ട്രിക്കൽ സയൻസിന്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ചുകളാണ്. അപ്പൊ ഇതിലെ ECയും EEE ഒക്കെ ഒരുവിധം എല്ലാ കോളേജസിലും കാണും. ബാക്കിയുള്ള പറഞ്ഞിട്ടുള്ളത് എല്ലാ കോളേജസിലും ആ ബ്രാഞ്ചുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതൊക്കെ കോളേജിലാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ EC EEE എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇലക്ട്രിക്കൽ സയൻസ് അതിലേക്കാണ് അത് വരുന്നത്. അപ്പൊ അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴും ഇവിടെയും നമുക്ക് ഇപ്പൊ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് നമുക്ക് പോവാം, ഹാർഡ്വെയർ കോർ കമ്പനീസിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എന്നൊക്കെ പറയുമ്പോൾ മാനുഫാക്ചറിങ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാം. അതല്ല പബ്ലിക് സെക്ടർ ജോബിലേക്കാണെന്നുണ്ടെങ്കിലും ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. ഇപ്പൊ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ പോലെയുള്ള റോളുകളിലേക്ക്, ISROയിലേക്ക് ഒക്കെ ഒരുപാട് എൻട്രി വരുന്ന ഇതാണ് നമ്മൾ ഇലക്ട്രിക്കൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഓരോ ബ്രാഞ്ചിലും നമുക്ക് എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ ഏതൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ സിവിലും മെക്കും ഒക്കെ പറയുന്നത്, അതായത് അതൊക്കെ നമുക്ക് കോമൺ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ ഓട്ടോമൊബൈൽ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്നുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് വരുന്നുണ്ട്. മെക്കട്രോണിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയൊരു ബ്രാഞ്ചാണ്, അത് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും കൂടെ വരുന്നതാണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, പോളിമർ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതില് ഫിസിക്കൽ സയൻസിൽ വരുമ്പോൾ ഈ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ ബോയ്സ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഗേൾസും ഈ ഒരു ഫീൽഡിലേക്കൊക്കെ വരുന്നുണ്ട്. ബാക്കി സിവിൽ എഞ്ചിനീയറിംഗും അതേപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്ട്രോണിക്സ് ഒക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ബ്രാഞ്ചുകൾ തന്നെയാണ്. അതിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ മേഖലയിലാണെങ്കിൽ മാനുഫാക്ചറിങ്, ഇതിലൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രി ആണ് വരുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ പുതിയ സ്കീമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചുകാരും ഒരേപോലെ അതില് നല്ല രീതിയിൽ അത് പഠിക്കണം, അല്ലെങ്കിൽ അത് അവരുടെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് പുതിയ സ്കീം. അത് നല്ലൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. ഓക്കെ, സോ അത് ഇത്രയാണ് നമുക്ക് ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ഗ്രൂപ്പ് സി. ദെൻ ഗ്രൂപ്പ് ടി ലൈഫ് സയൻസ് ആണ്. ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നത്. കുറച്ച് ബയോളജി ഫീൽഡിലേക്ക്, ബയോളജിയിൽ കൂടുതൽ ഇൻട്രസ്റ്റും അതേസമയം അതിന്റെ ഒരു ടെക്നോളജി പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ടി. അത് വളരെ കുറച്ച് കോളേജസിൽ മാത്രമാണ് ആ കോഴ്സ് ഉള്ളത്, അത് ചൂസ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 ഗ്രൂപ്പുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും നമുക്ക് സിലബസ് വരുന്നത്. ദെൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ബ്രാഞ്ചിനും അവരുടേതായിട്ടുള്ള കോർ സബ്ജക്റ്റുകൾ ഡിഫറെന്റ് ആയിട്ട് ആയിരിക്കും പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഏത് ഗ്രൂപ്പാണ് നമ്മൾ എടുക്കേണ്ടത്, ആ ഗ്രൂപ്പിൽ തന്നെ ഏത് ബ്രാഞ്ചസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ടോപ്പ് റാങ്കിലൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന കോഴ്സ് കൃത്യമായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് നമ്മുടെ മനസ്സിൽ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി ഇതില് നമുക്ക് ഓരോ ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.